അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. പ്രവാസ ലോകത്ത് എവിടെ ആയാലും ഏത് പ്രവാസ ലോകത്തായാലും ശരി, നമ്മൾ കടയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, ചെറിയ ചെറിയ ബകാലകളുണ്ടാവും, ബൂഫിയകളുണ്ടാവും, ടോയ്സ് കടയിലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികൾ പിള്ളേരൊക്കെ നമ്മളെ കടയിൽ വന്നിട്ട് ചിലപ്പം നമ്മളെ തല്ലാജൊക്കെ തുറന്നിട്ട് ചിലപ്പോൾ പെപ്സിയോ ചോക്ലേറ്റോ ഒക്കെ എടുത്ത് പോകും. പോണ സമയത്ത് നമ്മൾ എന്ത് അവിടെ പിടിച്ചു വെക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്തോ ഇപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ട് കൊണ്ട് നടക്കും. കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഈ 12 വയസ്സ് 13 വയസ്സ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പെപ്സിയോ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ അങ്ങോട്ട് കൊണ്ട് എടുത്ത് വെക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവരുടെ പേരിൽ തട്ടിയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വീട്ടിൽ പോയി പറയും എന്നെ അവരവനെ പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു. അങ്ങനത്തെ 4 കേസാണ് ഇപ്പം നമ്മളെടുത്തേക്ക് വന്നത് പരാതിയായിട്ട്. 6 മാസം ജയിലിൽ ആയ ആളുകളുണ്ട്, ഫൈൻ അടക്കേണ്ട ആളുകളുണ്ട്, 2 വർഷം വരെ അടക്കേണ്ട ആളുകൾ, ഇതൊക്കെ വിധി വന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് കടയിൽ വരുന്ന ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചെറിയ ചോക്ലേറ്റ് കൊടുത്ത് പോകണം പോയിക്കോട്ടെ എന്ന് വെച്ചാൽ, നിങ്ങൾ അഥവാ അവരെ പിന്നെ ഏതെങ്കിലും സ്ഥിരമായിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കടയിലുള്ള പിന്നെ CCTV ഒക്കെ ക്ലിയറുള്ള നല്ല ക്ലാരിറ്റിയുള്ള CCTV ഒക്കെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ നിങ്ങൾ കാര്യം ധരിപ്പിക്കാം. എന്നാൽ നിങ്ങളെ സ്പോൺസർ അവിടെ രക്ഷിതാക്കളുമായി പിന്നെ അതിൻ്റെ കാര്യം ധരിപ്പിച്ച് പ്രശ്നത്തിലേക്ക് പോകാത്ത രീതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊന്നും പറയാതിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും തല്ലുകയോ തൊടാൻ പറ്റാത്തടുത്ത് തല്ലുകയോ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ പോയി പറഞ്ഞ് പിന്നെ അത് കേസായി. പിന്നെ CCTV ചെക്ക് ചെയ്തു. CCTV ചെക്ക് ചെയ്യുന്നതിനെ നിങ്ങൾ തൊടാൻ പറ്റാത്ത എവിടെ ഒക്കെ ആയിരിക്കും തൊട്ടത്, അപ്പം അവനെ കേസായി, പിന്നെ നിങ്ങൾ ശിക്ഷയായി വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. അങ്ങനെ 4 കേസാണ് പോകുന്നത് നമ്മുടെ അടുത്തേക്ക്. അത് നല്ല ശ്രദ്ധിക്കുക. കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് ഇടപഴകുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. കഴിയുന്നത് അവരെ അവരുടെ ഇടപഴകാതെ എല്ലാം പിരിച്ചു പോകുന്ന രീതിയിൽ നോക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഫെയിലുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നത്തിലേക്ക് നീങ്ങും. നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഓക്കെ, എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.